ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 95ാമത്തെ സെഷനിലേക്ക് നല്ല ദൈവം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. 3-ാം പ്രമാണം സാബത്തിനെ കുറിച്ചുള്ള കൽപ്പനയുടെ 25ാമത്തെ വിചിന്തനവുമാണല്ലോ ഇത്. സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 347ാമത്തെ ഖണ്ഡികയിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സാബത്ത് മുന്നിൽ കണ്ടുകൊണ്ടും അങ്ങനെ ദൈവാരാധനയും സ്തുതിയും ലക്ഷ്യമാക്കിക്കൊണ്ടുമാണ് സൃഷ്ടിക്ക് രൂപം നൽകപ്പെട്ടത്. സൃഷ്ടിയുടെ ക്രമത്തിൽ തന്നെ ദൈവാരാധന ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് വിശ്വാസ പ്രമാണം അപഗ്രഥനം ചെയ്തുകൊണ്ട് സഭ നൽകുന്ന പ്രബോധനത്തിന്റെ ഭാഗമാണിത്. അവിടെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താണ്? അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, സാബത്ത് മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ദൈവം സൃഷ്ടിച്ചതെന്ന്. സാബത്ത് മുന്നിൽ കണ്ടുകൊണ്ട് എന്താ അതിന്റെ അർത്ഥം? വീണ്ടും പറയാണ്, അങ്ങനെ ദൈവാരാധനയും സ്തുതിയും ലക്ഷ്യമാക്കിക്കൊണ്ടുമാണ് സൃഷ്ടിക്ക് രൂപം നൽകപ്പെട്ടത്. 3-ാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം പ്രമാണത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനപ്പുറമുള്ള ആഴപ്പെട്ട ചില ദൈവിക ഉൾക്കാഴ്ചകൾ വിശുദ്ധരമ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കാര്യങ്ങളെല്ലാം എത്രയോ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം. അതൊന്നും നമ്മൾ കാട് കയറി ചിന്തകളോ അതിര് കടന്ന വ്യാഖ്യാനങ്ങളോ അതിശയോക്തിയുടെ പരാമർശനങ്ങളോ ഒന്നുമല്ല, നമുക്ക് നന്നായിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ സാബത്ത് വിശ്രമത്തിന്റെ ദിവസം, വിശുദ്ധമായിട്ട് ചെലവഴിക്കേണ്ട ദിവസം, ദൈവത്തിനോട് മാറ്റിവെക്കപ്പെട്ട ദിവസം. നമ്മൾ പറയുകയുണ്ടായ ഒരു ഉദാഹരണം, ഒരു പറമ്പില് വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം മാറ്റി വെക്കണം. അപ്പൊ ആ സ്ഥലത്ത് ഒരു കൃഷിയും ചെയ്യണ്ട എന്ന് പറയുകയാണ് കാരണവര്, അല്ലെങ്കിൽ അപ്പൻ മക്കളോട് പറയുകയാണ്, മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുക. അപ്പൊ ഒരു മോന് പറമ്പ് വീതം വെച്ച് കൊടുത്തു. അപ്പൊ ആ പറമ്പിനകത്ത് അപ്പം പറയുകയാണ്, എടാ ഇന്ന സ്ഥലം ഇത്രയും ഭാഗം നീ ഒരു കൃഷി ഇറക്കണ്ട, അത് മാറ്റി വെച്ചേക്കണം, ഒരു കൃഷി അവിടെ വേണ്ട. അതെന്തിനാ? അപ്പൊ എന്താ അപ്പ ചോദിക്കുമ്പോൾ പറയാണ്, മോനെ അത് നിനക്ക് വീട് പണിയാനായിട്ടാണ്, നീ കുടുംബത്തോട് താമസിക്കാൻ വേണ്ടിയാ എനിക്ക് അവിടെ വന്ന് താമസിക്കുന്നത് നിന്റെ കൂട്ടത്തിൽ, അവിടെ ഇത്ര സ്ഥലം വീട് പണിയാൻ മാറ്റി വെക്കണം എന്ന് പറഞ്ഞ പോലെയാണ് സൃഷ്ടികർമ്മത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പ്രപഞ്ചത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, അവന് ജീവിതം കൊടുത്തു. അതിനകത്ത് 6 ദിവസം ഇത്രയും കാര്യങ്ങൾ നീ പണിതുകൊള്ളുക, പക്ഷെ ഒരു ദിവസം നീ ഒരു പണി എടുക്കണ്ട, ഈ ഒരു സ്ഥലത്തിൽ ഒരു പണിയും ചെയ്യരുത്, അത് വീട് പണിയാനായിട്ടുള്ളതാണ്, എനിക്ക് നിന്നോട് വന്ന് വസിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഒരുമിച്ച് ആയിരിക്കണം ഇടയ്ക്കില്ല എന്ന് പറഞ്ഞതുപോലെ അത് സാബത്ത് ആചരണം, ഒന്നൊന്നും വേറൊരു പണി ചെയ്യാൻ പോകരുത്. ആ ഒരു ദിവസം കർത്താവിൻ്റെ കൂടെ ആയിരിക്കേണ്ട ദിവസമാണ്. അങ്ങനത്തെ ഒരു ആഴമായ കാഴ്ചപ്പാട് നമ്മൾ വിശ്രമം തരികയായിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കാണുകയാണ്, ആ ഒരു സാബത്തിന്റെ ആചരണത്തിന്റെ നിഷ്കർഷം എന്ന് പറയുന്നത് പള്ളിയിൽ പോയി മുഴുവൻ കുർബാനെ സംബന്ധിക്കുക എന്നുള്ളതും പണിയൊന്നും എടുക്കരുത് എന്നുള്ള 2 കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതേ ഈ പറമ്പ് മാറ്റിയിട്ട് വീട് പണിയുന്നവർ മാത്രമേ ആയുള്ളൂ.
വീട് പണിതിട്ട് എന്താണ്? അവിടെ ഈ മക്കള് സ്നേഹമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. അവിടെ കാരണവരായ അപ്പൻ, ഈ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ വരും, അല്ലെ അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള വേദിയാണത്. അതുകൊണ്ട് മാറ്റിവെക്കപ്പെട്ട സാപത്തിന്റെ അനുഭവം നമ്മൾ പറഞ്ഞു സ്വർഗത്തിലേക്ക് എത്തി നോക്കുന്നതാണ്, സ്വർഗീയ കൂട്ടായ്മ നമ്മൾ ചേരുന്നതാണ്. അങ്ങനെ കാഴ്ചപ്പാട് നമ്മൾ എടുത്തു. അവിടെ ഞായറാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ വിശുദ്ധ കുർബാന അർപ്പണം, ഈ സ്വർഗീയ ആരാധന പങ്കെടുക്കലാണ്. നമ്മുടെ ദേവാലയങ്ങൾ തന്നെ സ്വർഗത്തിന്റെ ഒരു പതിപ്പാണ്. വധുമുഖ സ്വർഗത്തിന്റെ പ്രതീകമാണ്. അൾത്താര സിംഹാസനത്തിന്റെ പ്രതീകമാണ്, കർത്താവിന്റെ സിംഹാസനമാണ്. ഇതെല്ലാം ആരാധനാക്രമ ദൈവശാസ്ത്രത്തില് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ദിവസം കണ്ടുവന്ന കാര്യങ്ങളൊന്നും അസ്ഥാനത്തുള്ളതല്ല, അതിശയോക്തി അല്ലെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം ഈ മൂന്നാം പ്രമാണത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ പറയുകയുണ്ടായി, 1-2 പ്രമാണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു കൊണ്ട് തരുന്ന, അല്ലെങ്കിൽ 1-2 പ്രമാണങ്ങളിൽ 1-ാം പ്രമാണം നമ്മൾ കാണുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്തെടുത്ത് അങ്ങോട്ട് കൂട്ടിച്ചേർക്കാനുള്ള അവസരമാണ് 3-ാം പ്രമാണം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം സ്വർഗീയ ഭവനത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഏറ്റവും തീവ്രമായ ഒരുക്കം. അതുകൊണ്ട് ആ കുർബാനക്രമം തന്നെ കൃതജ്ഞതാ സ്തോത്രമാണ്, യൂക്കറിസ്റ്റ് കൃതജ്ഞത. നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിസ്താരം ഓർപ്പിച്ച് തരികയാണ്. നമ്മുടെ ഇവിടെ നിന്ന് പതിയാൻ വേണ്ടി മാത്രമാണിത്. അപ്പൊ ആ കൃതജ്ഞതയുടെ കാരണം, സ്തുതിപ്പിന്റെ തീവ്രമായ അനുഭവമായിട്ട് കുർബാന മാറിയിരിക്കുന്നതിന്റെ കാരണം സ്വർഗത്തിന് നിരന്തര ദൈവത്തിന് സ്തുതി ആരാധന അർപ്പിക്കപ്പെടുന്ന അനുഭവമാണ്. നമ്മൾ വെളിപാട് പുസ്തകം പ്രധാനപ്പെട്ട് കണ്ടു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണാൻ നമ്മുടെ ജീവിതത്തിലേക്ക് സ്തുതിപ്പിറങ്ങി വരണ്ടേ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അത് സ്തുതിക്കാൻ വേണ്ടിയിരുന്നാൽ മതിയോ? പോരാ. അതുകൊണ്ട് പോയി പരിശീലനം വേണം. സഭയുടെ ആ പരിശീലനം നമുക്ക് ലഭിക്കുകയാണ്. ആ സഭയുടെ വേദിയായ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വരും മാത്രം തീവ്രമായിട്ട് സ്തുതിച്ചാൽ മതിയോ? അതും പോരാ. നമ്മുടെ ജീവിതത്തിന്റെ ശ്വാസോച്ഛ്വാസം പോലെ ഈ സ്തുതി മാറേണ്ടതാണ് എന്ന് നമ്മൾ യാമപ്രാർത്ഥന സപ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ഉദ്ധരിച്ചിട്ട് കാണുകയുണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒരു പരിശീലനം നമ്മൾ എടുക്കണം. നമ്മൾ കഴിഞ്ഞ കുറേ സെഷനിൽ നമ്മൾ ആ സ്തുതിപ്പിനെ കുറിച്ച് ആഴമായ ബോധ്യങ്ങളിലേക്ക് വന്നു, പ്രായോഗികമായ ഉൾക്കാഴ്ചകളെടുത്തു. നമ്മൾ ഒരുമിച്ച് പോലെ ഒരു ഹോംവർക്ക് പോലെ ഇപ്പോൾ പരിശീലനം എടുത്തു. അതിൻ്റെ കുറേ വിശദാംശങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് നമുക്കതിലേക്ക് ഇറങ്ങുക എന്ന് മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. നിങ്ങളതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും. അപ്പോൾ നമ്മൾ അങ്ങനെ നീങ്ങുമ്പോൾ അതിനെ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളെല്ലാം അടിവര ഇട്ടുകൊണ്ടാണ് സഭയുടെ മതബോധത്തിന്റെ ഈ ഒരു പ്രബോധനം 347-ാം ഖണ്ഡികയിൽ സാപത്ത് മുന്നിൽ കണ്ടുകൊണ്ടും അങ്ങനെ ദൈവാരാധനയും സ്തുതിയും ലക്ഷ്യമാക്കിക്കൊണ്ടുമാണ് സൃഷ്ടി കർമ്മം പോലും ദൈവം നിർവഹിച്ചത്. സൃഷ്ടിയുടെ ക്രമത്തിൽ തന്നെ ദൈവാരാധന ആലേഖനം ചെയ്യപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കണ്ട കാര്യമെല്ലാം വീട് അടിവരിട്ട് കിട്ടുകയാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഇതിന്റെ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണത്? അതും സാപത്തിനെ കുറിച്ച് തന്നെയാണ്. സാപത്ത് നമുക്ക് തുറന്നു കാണിച്ച സ്വർഗീയ സമൂഹത്തെ കുറിച്ച് തന്നെയാണ്. നമ്മൾ സ്വർഗത്തിന്റെ ദർശനങ്ങൾ കണ്ടപ്പോൾ അവിടെ എല്ലാം നമ്മൾ കണ്ട് സ്വർഗീയ ആരാധനയുടെ അനുഭവമാണല്ലോ. ആ ആരാധനയില് നമ്മൾ കണ്ടു മാലാഖമാര് തമ്പുരാന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് നിരന്തരം കുമ്പിട്ട് ആരാധിക്കുന്നു, സ്തുതിച്ച് ആരാധിക്കുന്നു. വെളിപാട് 4-ാമത്തെ അധ്യായത്തില് ശ്രാപ്പേന്മാര് അവിടെ സിംഹാസനത്തിന് ചുറ്റും പറന്നു നിന്ന് ഇങ്ങനെ നിരന്തരം രാപകൽ ഇടപെടാതെ ഉദ്ഘോഷിക്കുന്നു. ആ കൂട്ടത്തില് വിശുദ്ധര്, ശ്രേഷ്ഠന്മാര്, പിതാക്കന്മാര്, അപ്പോസ്തലന്മാര് അങ്ങനെ ചേരുന്നു. ആ കൂട്ടത്തിൽ വീണ്ടും വിശുദ്ധ വലിയൊരു സമൂഹം ചേർന്നായിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ സ്വർഗീയ വീട്ടിലേക്കുള്ള നമ്മുടെ ഒരുക്കമാണ് നമ്മൾ സഭയിലൂടെ എടുക്കുന്നത്. അതിന്റെ തീവ്രമായ അനുഭവമാണ് ഞായറാഴ്ച കുർബാനയിൽ കിട്ടുന്നത്. അത് നമ്മൾ കാണുമ്പോൾ ഈ സ്വർഗത്തിന്റെ ആ ഒരു ഭാഷ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. സ്തുതിപ്പാണത്, കൃതജ്ഞത അർപ്പിക്കലാണ്, ദൈവത്തിന് കൂടെ ആയിരിക്കലാണ്. ആ ഒരു ഭാഷ പരിശീലിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ ഗൗരവത്തോടുകൂടെ ഈ സാപത്താചരണത്തിന്റെ ഭാഗമായിട്ട് സ്വന്തമാക്കി എടുക്കേണ്ട ഒരു അനുഭവമാണ് ഈ സ്വർഗത്തിലെ വ്യക്തികളുമായുള്ള കൂട്ടായ്മ. സ്വർഗത്തിലെ വ്യക്തികളുമായുള്ള കൂട്ടായ്മ. നമ്മൾ ആ സ്വർഗത്തിൽ ചെല്ലേണ്ടവരാണ്, പിതാവിന്റെ വീട്ടിൽ എത്തേണ്ടവരാണ്. അപ്പൊ പിതാവിന്റെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരുമായിട്ട് നമുക്ക് ബന്ധവും അടുപ്പവും വേണം. ആ ബന്ധവും അടുപ്പവും നമുക്ക് എന്തുമാത്രം ഭൂമിയിൽ വെച്ച് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുവോ അതനുസരിച്ചാണ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കം നമുക്ക് സജീവമായിട്ടും കരുത്തായിട്ട് നമുക്ക് ലഭിക്കുക. ഹെബ്രായർക്കുള്ള ലേഖനത്തില് നമ്മൾ വായിക്കുന്നുണ്ട് 12-ാമത്തെ അധ്യായത്തില് 22-ാം തിരുവചനം, സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപന്റെ മുമ്പിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും
പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ ശരീരത്തിലേക്കും തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അസംഖ്യം ദൂതന്മാരുടെ സമൂഹം. അപ്പൊ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന വ്യക്തി, സ്വർഗോന്മുഖനായി വളരുന്ന വ്യക്തി, പരിശീലനം നേടുന്ന വ്യക്തികള് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടാക്കേണ്ട കുറെ ആൾക്കാരുണ്ട്. അവിടെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് അടുപ്പം വേണം. അതനുസരിച്ചാണ് നമുക്ക് സ്വർഗത്തിലേക്ക് മരണം കഴിഞ്ഞ് മരണത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഒരുമിച്ചായിരിക്കാനായിട്ട് പറ്റുക, കൂട്ടായ്മയിൽ ചേരാനായിട്ട് പറ്റുക. നമുക്ക് ഒട്ടും അറിയില്ലാത്ത ഒരാൾക്കാരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ചെന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഒരു ഞെരുക്കം അവിടെയുണ്ട്. നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ മക്കളിലേക്ക് ചെല്ലുമ്പോൾ എന്ത് എളുപ്പമാണ്. വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ വിവാഹം ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു യുവാവും യുവതിക്കും വേണ്ടി വിവാഹം ആലോചിക്കുന്നു. ആലോചിച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കാണുന്നു, ഇങ്ങോട്ട് വന്ന് കാണുന്നു, വീണ്ടും പോയി കാണുന്നു, വന്ന് കാണുന്നു, തീരുമാനം ഉറപ്പിക്കുന്നു, ഒത്തുകല്യാണം നടത്തുന്നു, വാഗ്ദാനം നടത്തിക്കൊണ്ട്. അങ്ങനെ അത് കഴിയുമ്പോൾ ആ കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാൻ തുടങ്ങും. പ്രത്യേകിച്ച് യുവാവും യുവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുക, വീഡിയോ ചാറ്റിംഗ് നടത്തുക, സംസാരിക്കുക, ഉള്ളവരെന്ന് പങ്കുവെക്കുക, ആ വീട്ടിൽ ആ രണ്ട് വ്യക്തിയുടെയും കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി എടുക്കുക. അങ്ങനത്തെ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. രണ്ട് കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാൻ നോക്കും. ഈ രണ്ട് യുവാക്കളും യുവാവും യുവതിയും അവര് മറ്റേ വ്യക്തി പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയുടെ അപ്പൻ, അമ്മ, കൂടപ്പിറപ്പുകള്, കുടുംബാംഗങ്ങള് അവരെല്ലാം മനസ്സിലാക്കിയെടുക്കും. അങ്ങനെ ആഴത്തില് പരമാവധി അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടാണ് വിവാഹം കഴിച്ച് അവരൊരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആ യുവതി ആ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള അപ്പായും അമ്മയും സഹോദരങ്ങളെയും എല്ലാം ഏതാണ്ട് പരിചയമായിട്ടുണ്ട്. അതനുസരിച്ച് അവിടുത്തെ ജീവിതം എളുപ്പമായിട്ട് ഭവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിലോ ആരൊക്കെയാണ് ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുമായിട്ട് നമുക്കൊരു കൂട്ടായ്മയിൽ ആഴപ്പെടേണ്ടതായിട്ടുണ്ട്. ആ കൂട്ടായ്മ എന്തുമാത്രം നമ്മൾ ആഴപ്പെട്ടു വരുന്നോ അതനുസരിച്ച് നമ്മൾ സ്വർഗീയരായിട്ട് മാറുകയാണ്. കൊളോസോസ് ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തില് 1 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ പറ്റി ഉള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളെല്ലാം പ്രത്യേക ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ. അപ്പം നമ്മള് ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ഉയർപ്പിക്കപ്പെട്ട സ്വർഗത്തിന്റെ മക്കളായിട്ട് മാറിയതാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, ആപപിതാവിന്റെ മക്കളായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ സത്യം താല്പര്യം എല്ലാം ഈ സ്വർഗഭവനത്തെ കുറിച്ചായിരിക്കണം എന്നിവിടെ വിശുദ്ധ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതങ്ങളിലുള്ളവയെ പറ്റി അന്വേഷിക്കുവിൻ, ചിന്തിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യേക ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ. കാരണം ഇവിടുത്തെ വാസം താൽക്കാലികമാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ആ സ്വർഗീയമായ ഭവനത്തിലെ വ്യക്തികളെ കുറിച്ചുള്ള ബോധ്യം, അനുഭവങ്ങളുടെ അടുപ്പം, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 3-ാം പ്രമാണത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ. അപ്പൊ സ്വർഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആരെയൊക്കെയാണ് നമ്മൾ കാണുക? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അസംഖ്യ ദൂതന്മാര്, മാലാഖമാരുടെ ഒരു വലിയ ഗണം അവിടെയുണ്ട്. ആ മാലാഖമാരുമായിട്ട് നമുക്കൊരു അടുപ്പം വേണം, പരിചയം വേണം. പിന്നെ ആരാണ് അവിടെയുള്ളത്? വിശുദ്ധരുടെ വലിയൊരു ഗണം അവിടെയുണ്ട്. വിശുദ്ധരുടെ വലിയൊരു ഗണം, അവരുമായുള്ള ബന്ധം നമ്മുടെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആർജിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ വരുന്നത്. പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വാസപ്രമാണത്തിൽ ചെല്ലുന്നുണ്ടല്ലോ. പുണ്യവാന്മാരുടെ ഐക്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പുണ്യവാന്മാരുടെ ഐക്യം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള വിജയസഭയും ഭൂമിയിലുള്ള സമരസഭയും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള സഹന സഭയും തമ്മിലുള്ള കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയെ നമ്മൾ ആഴപ്പെടണം. അപ്പൊ നമ്മൾ സ്വർഗഭവനത്തിലേക്ക് ഒരുങ്ങുന്നതാണ് സാപത്താചരണം എന്ന് നമ്മൾ കാണുമ്പോൾ ഈ ഒരു 3 തലം അതിനകത്ത് ചേർന്നിരിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടത്, അറിഞ്ഞ് നമ്മൾ സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുർബാനക്രമത്തെ പറ്റി പറയുകയുണ്ടായല്ലോ. കുർബാനക്രമത്തില് നമ്മൾ ഈ ഒരു സ്വർഗീയ കൂട്ടായ്മയുടെ ഈ വിവിധ ഗണങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഈ സെഷനിൽ നമുക്ക് ഈ മാലാഖമാര്, അസംഖ്യ ദൂതഗണങ്ങൾ അവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടല്ലോ. ഈ മാലാഖമാരുമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ബന്ധം എന്താണ്, അതേക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. മാലാഖമാരെ നമ്മളാരും ഒരു പക്ഷെ കണ്ടിട്ടില്ല. പക്ഷേ മാലാഖമാരെ പറ്റി നമ്മൾ ഒരുപാട് പ്രാർത്ഥനകളിലും വചനത്തിലൊക്കെ ഒരുപാട് കാര്യം കാണും. നമുക്ക് അതേപ്പറ്റി അറിയാം. ആ ഒരു മേഖല നമുക്ക് അല്പം കൂടി ഒന്ന് വ്യക്തമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുർബാനക്രമത്തില്, സിറ മലബാർ ക്രമത്തില് സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന ആരംഭത്തിൽ ചൊല്ലുമ്പോൾ
അത് ആഘോഷപൂർണ്ണമായിട്ട് നമ്മൾ ചൊല്ലാനായിട്ട് സ്വർഗത്തിലെ കീർത്തനങ്ങൾ നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കകത്തേക്ക് കൂട്ടിച്ചേർക്കുന്നു എന്ന് നമ്മൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഭൂമിയിലുള്ള മക്കൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ദൈവോത്തരം വന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന. പക്ഷെ ഭൂമിയിലുള്ള നമ്മൾ ഈ പ്രാർത്ഥന സാപത്താചരണത്തിന്റെ ഭാഗമായുള്ള ബലിയർപ്പണത്തിന് ആഘോഷമായിട്ട് ചൊല്ലുമ്പോൾ ഭൂമിയിലുള്ള മക്കൾ സ്വർഗത്തിലെ വിജയസഭയുമായിട്ട് കൂട്ടുചേരുന്നതിന്റെ ഭാഗമായിട്ട് സ്വർഗത്തിൽ നിരന്തരം മാലാഖമാർ നടത്തുന്ന ആരാധന, സ്വർഗീയരുടെ ആരാധന, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതുപോലെ ഹല്ലേലൂയ 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 നമ്മൾ സ്വർഗത്തില് നമ്മളെ വെളിപാട് 4-ലും 19-ലും ഒക്കെ കണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആ സ്വർഗീയ ആരാധനയിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ ഇവിടേക്ക് എടുത്തു വെച്ച് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് നിരന്തരം രാവുകൾ ഇടപെടാതെ. നമ്മൾ കണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് ഫ്രീ പാസ് തന്നാൽ പോലും ഈ ഒരു സ്വർഗീയ ഭാഷ നമ്മൾ ശീലിക്കുന്നില്ല, അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റിയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട് തിരികെയല്ല, ഇറങ്ങി പോകാൻ തോന്നും. അപ്പൊ ആ ഒരു പരിശീലനം നമുക്ക് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അതുപോലെ നമ്മൾ കുർബാനക്രമത്തിൽ സ്വർഗസ്നായ പിതാവ് ചെല്ലുമ്പോൾ നമ്മൾ പുട്ടൊക്കെ പുഴുങ്ങുമ്പോൾ പുട്ടിനകത്ത് പുട്ടുകുറ്റിക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് തേങ്ങാപ്പീര് ഇങ്ങനെ വെച്ച് അതിനെ കൂടുതൽ രുചികരമാക്കുന്ന പറഞ്ഞ പോലെ നമ്മളിവിടെ സ്വർഗീയ കൂട്ടായ്മ സ്വർഗീയ ആരാധനയുടെ ആ പരിശുദ്ധൻ 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 എന്നുള്ളത് ഈ സ്വർഗസ്നായ പിതാവിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ മനോഹരമാക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുകയാണ്. മാലാഖമാരുമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ചേരുകയാണ്. നമ്മൾ ഒന്നാം കേൾക്കുന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്കറിയാം, സ്വർഗത്തിലേക്ക് നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. സ്വർഗത്തിലേക്ക് ഉയർത്തിയതിനു ശേഷം സ്വർഗത്തില് നിരന്തരം ദൈവസിംഹാസനത്തിന് ചുറ്റും ദൈവത്തെ പാടി ആരാധിക്കുന്ന മാലാഖമാരുടെ ആയിരങ്ങള്, സ്വർഗവാസികളുടെ 10,000-ങ്ങള്, അവരെ നമ്മൾ സൂചിപ്പിച്ച് അവരുടെ ആരാധനയും സ്തുതിയും പുകഴ്ചയെല്ലാം ഏറ്റുപറഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ്, ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുന്നു, ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ കൂടെ നമ്മൾ കൂടുകയാണ്. ഇപ്പൊ സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് നമ്മൾ പാടുന്നവരാണ്, ആരാധിക്കുന്നവരാണ് എന്ന് നമ്മൾ കുർബാനക്രമത്തില് അങ്ങനെ വീണ്ടും കാണുകയാണ്. അടുത്ത ഗഹന്ത പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുത്രനായ ദൈവം വഴിയായിട്ട് ദൈവം പിതാവായ ദൈവം മനുഷ്യർക്ക് വേണ്ടി നടത്തിയ രക്ഷാകർമ്മത്തിന്റെ അനുസ്മരണം പറഞ്ഞിട്ട് ആ കുദാശ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അപ്പവും വീഞ്ഞും കുദാശ ചെയ്യുന്നത്. അപ്പൊ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മളിപ്പോ തന്നെ സ്വർഗത്തിലേക്ക് കയറി നിന്ന് കഴിഞ്ഞു. നമ്മൾ ജർമ്മനിക്ക് പോകുന്ന ഒരു അനുഭവത്തെ പറ്റി പറഞ്ഞല്ലോ, അമേരിക്ക എവിടെയെങ്കിലും ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ അപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് വീഡിയോ കോൺഫറൻസ് വഴി നമ്മൾ ഇടപെടുന്നു പറഞ്ഞ പോലെ ഇവിടെ ഒരു കോൺഫറൻസ് നടത്തും. ഓൺലൈൻ വെബിനാറുകളും സെമിനാറുകളും കോൺഫറൻസുകളും എല്ലാം നമ്മൾ പരിശീലിച്ചു തുടങ്ങിയ നാളുകളാണല്ലോ ഇത്. നമ്മളായിരിക്കുന്ന സ്ഥലത്തായിരുന്നുകൊണ്ട് തന്നെ ദൂരെയുള്ള കൂട്ടായ്മ പങ്കുചേരുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു വീഡിയോ കോൺഫറൻസ് ആണ്, ഒരു സ്പിരിച്വൽ വീഡിയോ കോൺഫറൻസ്. നമ്മൾ കുർബാനയ്ക്ക് വരുമ്പോൾ പള്ളിയിലേക്ക് വന്ന് കയറി കഴിയുമ്പോൾ എല്ലാവരും കൂടെ സ്വർഗത്തോട് മുഖാമുഖം നിൽക്കുകയാണ്. അങ്ങനെ കോൺഫറൻസ് നമ്മൾ സംബന്ധിക്കുകയാണ്. ഇപ്പൊ സ്വർഗീയ ഗണങ്ങളോട് ചേർന്നാണ് അങ്ങ് കൃതജ്ഞത അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ദൈവത്തിന് സ്തുതി ആരാധന അർപ്പിക്കുന്നത്. വീണ്ടും നമ്മൾ കുർബാനയില് ഈ കുദാശ വചനങ്ങൾ കഴിഞ്ഞിട്ടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന, അച്ഛനെ കാര്യങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയുണ്ടല്ലോ. കർത്താവെ ശക്തനായ ദൈവമേ പ്രധാന ആചാര്യ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ പൗലോസ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് ശുശ്രൂഷയുടെ ആഹ്വാനം നമ്മൾ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാനും സമാധാനം നമ്മോട് കൂടെ, അതിന്റെ മുഴുവൻ രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ലെന്നേ ഉള്ളൂ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവർ ധ്യാനിക്കുകയും ചെയ്യുവിൻ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, സ്വർഗത്തിലേക്ക് നോക്കിക്കേ, ഹൃദയജ്ഞാനത്തോടെ ചിന്തിച്ച് ധ്യാനിച്ചേ. ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ കുറിച്ച് ധ്യാനിച്ചേ എന്നിട്ട് പറയണം. എന്താ ധ്യാനിക്കേണ്ട വിഷയം? സംഭവിക്കുന്നത് എന്താണ്? മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ, ആ സിംഹാസനം ഏതാണ്? അൾത്താര. അൾത്താരയ്ക്ക് പല സൂചനകളുണ്ട്. അത് കർത്താവിന്റെ കബറിടമാണ്, അതുപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനമാണ്.
നമ്മൾ വിശുദ്ധ ഗ്രന്ഥം അൾത്താരയിൽ സൂക്ഷിക്കുന്നു. അൾത്താരയുടെ വലതുവശത്ത് സുവിശേഷ പുസ്തകം, കുമാരന്റെ ഇടയിൽ സുവിശേഷ പ്രദർശനമായിട്ട് അച്ഛനെ അൾത്താരിൽ ചെന്നിട്ട് സുവിശേഷ ഗ്രന്ഥം എടുത്ത് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് താഴേക്ക് വരുമ്പോൾ സ്വർഗത്തില് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആയിരിക്കുന്ന പുത്രൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് വന്ന് രക്ഷയുടെ സുവിശേഷം നമുക്ക് പങ്കുവെച്ചുന്ന അനുഭവമാണ്. അതുകൊണ്ടാണ് അൾത്താരയുടെ വലതുവശത്ത് സുവിശേഷം വെച്ചിരിക്കുന്നത്. ആ സുവിശേഷം ഈശോയുടെ സാന്നിധ്യമാണ്. അപ്പൊ ഈശോ സന്നിഹിതനായിരിക്കുന്ന സിംഹാസനമായിട്ട് ഈ അൾത്താരയുടെ പ്രതീകം വരുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ ശ്രാപ്പേന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കറുത്തപ്പെട്ടിരിക്കുന്ന കാസ്യയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. ആ സ്വരം നമ്മൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുകയാണ്. അൾത്താരയില് കർത്താവിന്റെ തിരുശരീരത്തിന് പരികർമ്മം ചെയ്യുന്ന വൈദികനെ നോക്കിക്കൊണ്ട് ഈ ശ്രാപ്പന്മാര് ഉയർന്ന സ്വരത്തില് നിരന്തരം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് നമുക്ക് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റണം, വിശ്വാസത്തിന്റെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റണം. ആ സ്വർഗീയ ആരാധന പങ്കുചേരണം. ഫൗസ്റ്റീനയുടെ ഡയറി വായിക്കുമ്പോൾ അവർ ബലി സംബന്ധിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഈശോ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്നതായിട്ട് ദർശനങ്ങൾ കാണുന്നത് ഒരുപാട് അവസരങ്ങളിൽ ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഉണ്ണീശോ ആയിട്ടും ജീവനുള്ള ഈശോ ആയിട്ടും അല്ലാതെയും പുറത്തെ ഈശോ ആയിട്ടും എല്ലാം അച്ഛന് അപ്പം ഇഞ്ഞും വാഴ്ത്തുമ്പോൾ ആ തിരുവോസ്തിയിൽ ഈശോയെയാണ് ഫൗസ്റ്റീന അനേക അവസരങ്ങളിൽ കണ്ടിട്ടുള്ളത്. തിരുവോസ്തി ഒരിക്കൽ അച്ഛനിങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുവോസ്തി ഈശോ ആയിട്ട് മാറുന്നത് ഈശോ ആയിട്ട് തന്നെ ഫൗസ്റ്റീന കാണുന്നു. എന്നിട്ട് ആ ഈശോ ആ അച്ഛൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് ഫൗസ്റ്റീന കണ്ട് അത് പിന്നെ പങ്കുവെക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. മാലാഖമാർ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഉയർന്ന സ്വരത്തില് പാടി സ്തുതിക്കുകയാണ്. നമ്മൾ വിഭജന ശുശ്രൂഷ സ്വർഗത്തിൽ നിന്നിറങ്ങിയപ്പം ജീവനുള്ളപ്പം ഞാനാവുന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് കാർമീൻ അൾത്താരിൽ നിർവഹിക്കുന്ന അപ്പം വീഞ്ഞും അത് അപ്പം വിഭജിച്ച് വീഞ്ഞുമായിട്ട് തിരുശരീരത്തിൻ്റെ രക്തം തമ്മിൽ റോഷ്മ ചെയ്ത് അടയാളപ്പെടുത്തുന്നതായ ആ ശുശ്രൂഷ നടക്കുമ്പോൾ സമൂഹം പാടുന്ന പാട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ, ക്രോബേസ് രാപ്പേന്മാർ, ഉന്നത ദൂതന്മാർ ബലിപീഠത്തെങ്കിൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു. പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മേൽ വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നു. സൂക്ഷിച്ചു വീക്ഷിക്കുന്നു, വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഭയഭക്തിയോടെ മാലാഖമാർ അൾത്താരയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് കർത്താവിന് തിരുശരീരവും തിരുരക്തവും റോഷ്മ ചെയ്യുന്ന വൈദികനെ സൂക്ഷിച്ചു വീക്ഷിക്കുകയാണ്. ഇത് സമൂഹം ഒന്നാകെ പാടുകയാണ്. ഇത് കുർബാനയില് ഇതുപോലെയുള്ള പരാമർശനങ്ങൾ നമ്മൾ മാലാഖമാരെ പറ്റി ഇങ്ങനെ കാണുമ്പോൾ അത് അർത്ഥമില്ലാത്ത കാര്യങ്ങളോ വെറും കലാപരമായിട്ടോ സാഹിത്യപരമായിട്ടോ കാവ്യാത്മകമായിട്ടോ കൂടിച്ചേർത്തിരിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല, യാഥാർത്ഥ്യങ്ങളാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഹെബ്രായ ലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായത്തില് 1, 2, 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്ത കാര്യങ്ങളുണ്ട്. വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുമ്പോൾ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവായ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ ദൃശ്യലോകവും അദൃശ്യ ലോകവും ഉണ്ട്. അദൃശ്യമായ കാര്യങ്ങളുണ്ട് എന്നുള്ള ബോധ്യം, അതനുസരിച്ച് നമുക്കുള്ള പ്രത്യാശ ലഭിക്കും. ഈ അദൃശ്യമായ കാര്യങ്ങൾ, അതാണ് വിശ്വാസം എന്നൊരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കുന്ന വ്യക്തിയുടെ ജീവിതം ഒരു 3D എക്സ്പീരിയൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റും. 3D എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നിരന്തരം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാം ഒരു 3D ലോകത്താണ്. എങ്കിലും നമ്മൾ 3D സിനിമകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും. 3D സിനിമ അതൊരു പ്രത്യേക അനുഭവമാണ്. 3Dയിലുള്ള സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിനിമ ആസ്വദിക്കുക. അത് ആസ്വദിക്കാനായിട്ട് ഇതിന് പ്രത്യേക കണ്ണാടി വെച്ചിരിക്കേണ്ട ആവശ്യം പറയാറുണ്ട്. തിയേറ്ററിലൊക്കെ ആണെങ്കിൽ
ആ 3D ഇഫക്റ്റ് വളരെ ശക്തമായിട്ട്, വളരെ ടച്ചിങ് ആയിട്ട്, പവർഫുള്ളായിട്ട് അവതരിപ്പിക്കുന്ന ഫിലിമുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുണ്ട്. 3D സിനിമ എന്ന് പറയുമ്പോൾ 2D സിനിമയാണ് ബാക്കിയുള്ളത്. എന്നാൽ നമ്മൾ വ്യത്യാസം 2 ഡയമെൻഷനൽ സാധാരണ ഫിലിമുകളല്ല. എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീനിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം കാണുന്നു. അതിന് ഉയരം, വീതി, ഈ 2 ഡയമെൻഷൻസ് ഉണ്ട്, 2 തലങ്ങളുണ്ട്. അതാണ് 2 ഡയമെൻഷൻ, 2D. അതേസമയം 3D എന്ന് പറയുന്നത് അതിൻ്റെ ഉയരമുണ്ട്, വീതിയുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ പക്കലേക്കുള്ള അടുപ്പവും കൂടിയുണ്ട്, ഇങ്ങോട്ടും കൂടെ വരികയാണ്. അതാണ് മൂന്നാമത്തെ ഡയമെൻഷൻ, തലം. 3D 3 ഡയമെൻഷൻ വരികയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഫിലിം നമ്മൾ കാണുമ്പോൾ നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാര്യങ്ങൾ വെള്ളിത്തിരയിൽ ഇങ്ങനെ രംഗങ്ങൾ മാറി മാറി മറിഞ്ഞു പോകുന്ന കാണുക മാത്രമല്ല, ആ വെള്ളിത്തിരയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതായിട്ട്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അവിടെ നിന്നൊരു പട്ടി എടുത്ത് ചാടിയാൽ നമ്മുടെ അടുത്തേക്ക് പട്ടിക്ക് വരുന്നതായിട്ട് നമ്മൾ അനുഭവിച്ചിട്ട് നമ്മൾ തല മാറ്റി കൊടുക്കുന്നു. ചിലപ്പോൾ നമ്മുടെ അടുത്തുകൊണ്ട് പട്ടി ഓടി വന്ന് ആ സ്ക്രീനിലോട്ട് കയറി അപ്പുറത്തോട്ട് പോകുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മൾ ഞടുങ്ങി പോകും, എത്ര പെട്ടെന്ന് അടുത്തൂടേക്ക് പോയല്ലോ. ചിലപ്പോൾ ഒരു ബൈക്ക് നമ്മുടെ അടുത്തൂടെ വന്ന് പാഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പം ആ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൂരെയുള്ള ഒരു സ്ക്രീനിൽ കണ്ടിട്ട് നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് ഇരിക്കുന്ന അവസ്ഥ പെട്ടെന്ന് മാറുകയാണ്. 3Dയിൽ സംഭവിക്കുന്ന എന്താണ്? അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതം തുറന്നു കൊടുക്കുകയാണ്, തുറന്നു പോവുകയാണ്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു 3D അനുഭവം. ഇത് വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ദൈവത്തിന്റെ ഇടപെടല്. മോശയ്ക്ക് ഹോറേ മലയിൽ ആട് വെച്ച് നടക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു 3D അനുഭവം ഉണ്ടായി. കത്തിരുന്ന മുൾപ്പടർപ്പ് അത് കണ്ട് മോശ കയറിച്ചു. നമുക്ക് രംഗം അറിയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. അവിടെ കയറി ചെല്ലുമ്പോൾ ദൈവം സംസാരിക്കുകയാണ്. ചെരുപ്പ് ഊരി മാറ്റിയിട്ട് ഇവിടെ ചവിട്ടാവും, ഇത് വിശുദ്ധമായ സ്ഥലമാണ്, ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. അപ്പൊ അവിടെ മോശ ഒരു 3D അനുഭവം. മോശ കയറി ചെല്ലാൻ പറ്റുന്നു. ആ തീയുടെ ചൂട്, ജ്വലിക്കുന്ന അഗ്നി, ആ മുൾപ്പടർപ്പ് അതവിടെ നേരെ ഇടപെടുകയാണ്. മോശയുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഒരു 3D അനുഭവമാണ്. ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മൾ വിശ്വാസത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട്. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മളും കടന്നു വരേണ്ടതായിട്ടുണ്ട്. അത് അനുഭവത്തിലേക്ക് വരാൻ പറ്റുന്നില്ലാത്തവർ പോലും, കണ്ണുകൊണ്ട് കാണുന്നില്ലാത്തവർ പോലും വിശ്വസിക്കണമെന്ന് ഈശോ പറഞ്ഞ് നമുക്കറിയാം. പഴയ നിയമത്തില് രാജാക്കന്മാരുടെ പുസ്തകത്തില്, 2-ാമത്തെ പുസ്തകത്തില് നമ്മൾ ഏലീഷ പ്രവാചകനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. 5-ാമത്തെ അധ്യായത്തില്, ആറാമത്തെ അധ്യായത്തില്, 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തില് സിറിയയെ തോൽപ്പിക്കുന്നു എന്നൊരു സംഭവമാണ് വായിക്കുന്നത്. 8 വാക്യങ്ങളില്, ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായിട്ട് ആലോചിച്ചുറച്ചു. നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയക്കാർ അവിടെ ആക്രമിക്കാൻ ഇരിക്കുകയാണ്. ദൈവപുരുഷൻ എലീഷ ഇസ്രായേൽ രാജാവ് സന്ദേശം അയച്ചു. ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. അപ്പൊ സംഭവം മനസ്സിലായോ? സിറിയ രാജാവ് അയൽ രാജാവാണ്. അവര് ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് തീരുമാനിച്ചു, ഒരു പ്രത്യേക സ്ഥലത്ത് ആക്രമണം കൊടുക്കാൻ. അപ്പോഴേക്ക് എലീഷ രാജാവിന് ഒരു കുറിപ്പ് കൊടുത്തയച്ചു, ഇന്ന സ്ഥലത്തേക്ക് പോയേക്കരുത്, അങ്ങോട്ട് സൈന്യത്തെ അയക്കണം, അവിടെ സിറിയ രാജാവിന്റെ ആക്രമണം ഉണ്ടാകും. ഉടനെ രാജാവ് അതനുസരിച്ചിട്ട് അങ്ങോട്ട് സൈന്യത്തെ അയച്ചു. ഇപ്പൊ സിറിയ രാജാവിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അതിനേക്കാൾ ഒരു ആക്രമണം തിരിച്ചു കിട്ടുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അവർ തിരിഞ്ഞ് ഓടേണ്ടി വന്നു. ഇങ്ങനെ പലപ്പോഴും ദേവവർഷം മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത്ര ഇങ്ങനെ സംഭവിച്ചപ്പോൾ സിറിയ രാജാവ് ഇതുമൂലം അസ്വസ്ഥനായി. അവർ കൃത്യമായിട്ട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവരെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ? അപ്പൊ രാജാവ് വിചാരിക്കുന്നത് ഈ രാജകൊട്ടാരത്തിൽ അദ്ദേഹം രഹസ്യമായിട്ട് ആലോചിക്കുന്ന കാര്യം, ഇവിടെ ധാരാളം ചാരന്മാർ ചോർത്തി കൊടുത്തിട്ടാണ് ഇസ്രായേൽ രാജാവ് തനിക്കെതിരെ മുന്നേ ഇറങ്ങി തടയിടുന്നത് അല്ല ആക്രമിക്കുന്നത് എന്ന് അദ്ദേഹം വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരാണ് ചാരൻ ചോദിക്കുമ്പോൾ ഭൃത്യന്മാർ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിന്റെ പ്രവാചകനായ എലീഷയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും രാജാവ് ക്രോധനായി. പോയി അവനെ കണ്ടുപിടിക്കുക, അവർ ആജ്ഞാപിച്ചു. ഞാൻ ആളയച്ച് അവനെ പിടിക്കും. അവൻ ദോഥാനിലുണ്ടെന്ന് അവർ അറിയിച്ചു. പിടിക്കാനാണെങ്കിൽ
ഇസ്രായേലിലെ ദോഥാൻ എന്ന സ്ഥലത്താണ് എലീഷ താമസിക്കുന്നത്. അവിടെ ചെന്ന് അവനെ പിടിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു. അവർ രാത്രി നഗരം വളഞ്ഞു. എലീഷ താമസിക്കുന്ന സ്ഥലത്തെത്തി. ആ ഒരു ചെറിയ നഗരമാണത്. അവിടെ ചുറ്റും സിറിയ രാജാവിന്റെ സൈന്യം വന്ന് വളയുകയാണ്. അപ്പം ഇവിടെ രാജാവ് ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. രാജാവ് കൊട്ടാരത്തില് രഹസ്യമായിട്ട് ആലോചിക്കുന്ന കാര്യങ്ങൾ പോലും അവിടെ ഈ പ്രവാചകന് ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അത് വാസ്തവമാണെങ്കിൽ രാജാവ് ഇവിടെ സൈന്യത്തെ അങ്ങോട്ട് അയക്കുന്നത് ആ പ്രവാചകൻ അറിയാതിരിക്കുമോ? അപ്പൊ അതറിഞ്ഞിട്ട് അങ്ങേര് സ്ഥലം മാറുകയോ വിട്ടുപോവുകയോ അല്ലെ രാജാവിന് സൈന്യമായിട്ട് എതിരാളെ നിൽക്കുകയോ ചെയ്യില്ലേ എന്നൊരു ചിന്ത പക്ഷേ സിറിയ രാജാവിന് ഉണ്ടാകുന്നില്ല. അദ്ദേഹം സൈന്യത്തെ അയച്ചു. അപ്പൊ എലീഷ ഇവർ അറിഞ്ഞില്ലെന്നാണോ? എലീഷ ഇവർ അറിഞ്ഞു, ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷെ എലീഷ ഓടി രക്ഷപ്പെട്ടില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? 15-ാം വാക്യം. രാത്രിയിലെ സൈന്യം വന്ന് ഈ എലീഷ വസിക്കുന്ന സ്ഥലത്ത് ചുറ്റും വളഞ്ഞു. ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അപ്പൊ ഈ ഗഹസി എന്നാണ് വൃത്തിന്റെ പേര്. ഗഹസി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട്. നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് ചുറ്റുമുള്ള മല മുഴുവനും വലിയ സൈന്യം നിൽക്കുന്നു. ശത്രുക്കളുടെ സൈന്യം, സിറിയക്കാരുടെ സൈന്യം. ഉടനെ അവൻ കാറിക്കൊണ്ട് അകത്തേക്ക് കയറി, യജമാനെ പെട്ടുപോയി പിതാവേ, ഇതേ സൈന്യം നമ്മളെ വളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം, കർത്താവെ എന്നെ രക്ഷിക്കണേ നല്ല പ്രാർത്ഥിച്ചത്. കർത്താവെ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവന്റെ കണ്ണുകൾ തുറന്നു. ആരുടെ? ഈ ഭൃത്യന്റെ. അപ്പൊ അങ്ങനെ എന്ത് കണ്ടു? എലീഷയ്ക്ക് ചുറ്റും മല അഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അപ്പൊ സിറിയക്കാരുടെ സൈന്യം ചുറ്റി നിൽക്കുന്നതിന്റെ മുൻപിലായിട്ട് ഇവർക്കും ആ സൈന്യത്തിന് ഇടയില് വേറൊരു സൈന്യം നിൽക്കുന്നത്രേ. ആഗ്നേയ രഥങ്ങളാണ്, സ്വർഗീയ സൈന്യമാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ എലീഷയെ ആക്രമിക്കാനായിട്ട് ഈ സിറിയ രാജാവിന് സാധിക്കില്ല. ഇത് എലീഷ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ശാന്തനായിട്ട് വീട്ടിൽ കിടന്ന് നേരം വെളുക്കുന്നവരെ ഉറങ്ങിയത്. രാവിലെ എണീറ്റ് ഒരു വെപ്രാളം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ഓടുന്നില്ല. അകത്തിരുന്നുകൊണ്ട് രാവിലെ ആയിട്ട് പ്രഭാതകർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുകയോ കാര്യങ്ങളോ ചെയ്യുകയാണ്. ഈ കാര്യം കാണുന്നില്ല, അറിയുന്നില്ലാത്തത് കൊണ്ടാണ് ഈ ഭൃത്യനായ ഗഹസി നിലവിളിച്ചത്. അതുകൊണ്ട് അവന്റെ നിലവിളി മാറ്റാനായിട്ട് എലീഷ ചെയ്യുന്നത്, എടാ നീ പേടിക്കൊന്നും വേണ്ട, ദൈവം ഇവിടെ ഉണ്ട്, നമുക്കൊരു ചുരുക്കവും കുഴപ്പമൊന്നും വരികയല്ല എന്ന് പറയുകയല്ല. തനിക്ക് കിട്ടിയിരിക്കുന്ന അനുഭവം ആ ഭൃത്യനും കൂടെ കിട്ടാൻ എലീഷ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവന്റെ കണ്ണുകളെ തുറക്കണേ, ഇവൻ കാണട്ടെ. അപ്പൊ കർത്താവിന്റെ കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് ഈ ഭൃത്യന്റെ കാഴ്ച കാണുന്നത്. എലീഷ കർത്താൻ പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകളെ അന്ധമാക്കണമേ. എലീഷ പ്രാർത്ഥന അനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അവ ഭടന്മാര് വന്നവരുടെ കാഴ്ച അടഞ്ഞു. ഈ ഒരു ഭയപ്പെട്ടു നിന്ന ഭൃത്യൻ കാഴ്ച തെളിഞ്ഞവനായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അവര് ഈ സൈന്യം അങ്ങനെ വഴിതെറ്റി മുന്നോട്ട് വരാൻ പറ്റാതെ കടന്നു പോവുകയാണ്. ഇതൊരു വിശ്വാസത്തിന്റെ 3D അനുഭവമാണ്. അദൃശ്യമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അനുഭവമായി മാറുന്നിടത്താണ് വിശ്വാസം സജീവമാകുന്നത്. തൻ്റെ ഭക്തരെ സംരക്ഷിക്കുവാൻ കർത്താവിൻ്റെ ദൂതന്മാർ അവർക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നുവെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ഭക്തരെ സംരക്ഷിക്കുവാൻ അവിടുത്തെ മാലാഖമാർ അവർക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. 34-ാമത്തെ സങ്കീർത്തനത്തില് 7-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവരാണെന്ന് രുചിച്ചറിയുവിൻ നമ്മൾ വായിക്കുകയാണ്. അദൃശ്യരായ ഈ മാലാഖമാര്, ദൈവദൂതന്മാരുടെ സാന്നിധ്യം. ഈശോയുടെ പക്കല് ശതാധിപൻ സഹായം ചോദിച്ചു വരുന്ന രംഗം നമ്മൾ മത്തായി 8 വായിക്കുന്നുണ്ടല്ലോ. ശതാധിപൻ വന്ന് സഹായം ചോദിക്കുമ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പൊ ശതാധിപൻ പറഞ്ഞ വാക്ക് നമുക്കറിയാം, അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. 8-ാം വാക്യം. കർത്താവേ, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞ് നമുക്കറിയാം, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്,
എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, ദാസനോട് ചെയ്യാന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. ഞാൻ പോയി നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അദ്ദേഹം നിർത്തുകയാണ്. അപ്പൊ അവിടെയാണ് ഈശോ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തൻ്റെ ചുറ്റും നിന്നിരുന്നോട് പറഞ്ഞു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനെ പോലും ഞാൻ കണ്ടിട്ടില്ല. ഏതുപോലുള്ള വിശ്വാസം? എന്താ ഇവിടെ ശതാധിപന്റെ വാക്കുകളിലെ വിശ്വാസത്തിന്റെ തെളിച്ചം എന്താ? അദ്ദേഹം പറയുന്ന ഉദാഹരണം കണ്ടോ? ശതാധിപൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 100 ഭടന്മാരുടെ അധിപൻ, ശതഗണത്തിന്റെ അധിപനാണ് ശതാധിപൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ 100 ഭടന്മാരുണ്ട്. അദ്ദേഹത്തിന് മുകളിൽ പിന്നെ സഹസ്രാധിപൻ, 1000 ഭടന്മാരുടെ അല്ല 10 ശതഗണങ്ങളുടെ മേൽനോട്ടക്കാരൻ സഹസ്രാധിപൻ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുകയാണ് തൻ്റെ ഈ അനുഭവത്തിൽ നിന്നും, എൻ്റെ കീഴിലുള്ള ഒരാളോട് പോകാൻ പറഞ്ഞാൽ അവൻ പോയി അത് ചെയ്തിട്ട് തിരിച്ചു വരും. എൻ്റെ മുകളിൽ അധികാരികളുണ്ട്, അവരുടെ കാര്യം ആവശ്യപ്പെട്ടാൽ ഞാനത് പോയി ചെയ്തിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം നിർത്തുകയാണ്. അതിൻ്റെ വ്യാഖ്യാനം അല്ല ആപ്ലിക്കേഷൻ പറയുന്നില്ല. അവിടെ പറയാണ്, കർത്താവേ, നീ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കയറണമെന്ന് എനിക്ക് യോഗ്യതയില്ല, എൻ്റെ ആവശ്യവും ഇല്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ ഒരു സംസാരത്തെയാണ് ഈശോ പറയുന്നത്, ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ എന്താ വിശ്വാസത്തിന്റെ ഇത്ര വലിയ ഒരു ഉന്നതമായ വെളിപ്പെടല്, തിളക്കം ഈ ശതാധിപന്റെ വാക്കുകളിൽ ഏതാ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. ഈശോയെ, അങ്ങ് ദൈവമാണ്, അങ്ങൊരു വാക്ക് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിക്കുന്ന കാര്യം എൻ്റെ വീട്ടിൽ വന്ന് ചെയ്തിട്ട് തിരിച്ചു വരാൻ അങ്ങയുടെ കീഴില് മാലാഖമാരുടെ വലിയ ഗണങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. അദൃശ്യരായ മാലാഖമാരുടെ സാന്നിധ്യം. അതുകൊണ്ട് അങ്ങ് ബുദ്ധിമുട്ട് വരികയേ വേണ്ട, എനിക്ക് അങ്ങനെ സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല, ഞാനൊരു വിജാതീയനാണ്. അങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അങ്ങ് ചുറ്റും എന്തുമാത്രം ദൂതഗണങ്ങളാണ് നിൽക്കുന്നത്, അവരത് പോയി ചെയ്തിട്ട് വന്നുകൊള്ളും. അപ്പൊ നോക്കിക്കേ, ഈ ഒരു പരാമർശനത്തെയാണ് ഈശോ അടിവര ഇട്ടിട്ട് വരച്ച് പറയും, ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രായേലിൽ പോലും ഒരുവനെ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നതിനകത്ത് ഈ അദൃശ്യമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു 3D അനുഭവം പോലെ നമുക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കണം. ഇങ്ങനെ വിശ്വാസം സജീവമാവുകയുള്ളൂ. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് ഹെബ്രായ ലേഖനത്തില് വിശുദ്ധാത്മാവ് ഉദാഹരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന അധ്യായം തന്നെയാണ് ഈ 11-ാം അധ്യായം. അതിൻ്റെ ആരംഭമാണ് നമ്മൾ പറഞ്ഞത്, വിശ്വാസം എന്ന് പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യമാണ് എന്ന്. ആ അധ്യായത്തിൽ തന്നെ നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് മോശയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് ഈ ലേഖനകർത്താവ് എഴുതുകയാണ്. 27-ാമത്തെ തിരുവചനം, ഫറവോയ്ക്കെതിരെ എങ്ങനെ മോശ പിടിച്ചു നിന്നത്, പൊരുതി നിന്നത് എന്ന് പറയുമ്പോൾ, രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്തിൽ അവൻ ഈജിപ്ത് വിട്ടു, അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ, ഇതാണ് എലീഷ. അദൃശ്യമായ മാലാഖമാരുടെ സൈന്യത്തെ ദർശിച്ചാൽ എന്ന പോലെ എലീഷ പ്രവാചകൻ ആ പ്രഭാതത്തില് സിറിയാക്കാരുടെ സൈന്യത്തിന്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും യാതൊരു ശങ്കയില്ലാതെ ശാന്തനായിട്ട് തന്നെ മുറിക്കകത്തിരുന്നു. അദൃശ്യമായ കാര്യങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് തിരിച്ചറിയാനായിട്ട് പറ്റുക, ഇത് നമ്മൾ അനുഭവമാക്കി പരിശീലിച്ച് എടുക്കണം. വിശ്വാസത്തെക്കുറിച്ച് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ വാക്കുകൾ പരാമർശിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വിശ്വാസം ഒരേ സമയം ഒരു കൃപാപരമാണ്, അതേസമയം ഒരു മാനുഷിക പ്രവൃത്തിയും കൂടിയാണ്. സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 153-ാമത്തെ ഖണ്ഡികയില് ഈശോ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചപ്പോൾ അവിടുന്ന് പത്രോസ് എന്ന് പറഞ്ഞു, ഈ വെളിപ്പെടുത്തൽ വന്നത് മാംസരക്തങ്ങളിൽ നിന്നല്ല, പ്രത്യുത സ്വർഗസ്ഥനായ പിതാവിൽ നിന്നാണ്.
ഈ ഒരു വചന സംഭവം സൂചിപ്പിച്ചിട്ട് പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്, വിശ്വാസം ഒരു ദൈവദാനമാണ്. ഇപ്പൊ ഈശോയിലുള്ള വിശ്വാസം പത്രോസ് ഏറ്റു പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്തായി 16 കേസറ പെരുപ്പിൽ വെച്ചൊരു വിശ്വാസ പ്രഖ്യാപനം. അത് പത്രോസിനെ സാധിച്ചു. വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലാണത്. അത് സാധിച്ചത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് കിട്ടിയ കൃപയാണ്. മാംസരക്തങ്ങളുടെ പ്രവൃത്തിയല്ല. അല്ലാതെ മാംസരക്തങ്ങളുടെ ഭാഗമായി നിന്റെ തലച്ചോറിൽ നീ ചിന്തിച്ചിട്ട് ബോധ്യത്തിൽ ആലോചിച്ചെടുത്ത കണ്ടുപിടിച്ച കാര്യമല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാ. ഇപ്പൊ ദൈവത്തിന്റെ ഒരു വരമാണ്, ദാനമാണ്. ഇപ്പൊ ദൈവ മനുഷ്യനിലേക്ക് വിശ്വസിക്കുന്ന പ്രകൃതി അതീത സുഹൃതമാണിത് വിശ്വാസം എന്ന് പറയുകയാണ്. അവിടെ നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാമത്തെ അധ്യായത്തില് ഈശോ പറയുന്നുണ്ടല്ലോ, സ്വർഗസ്ഥനായ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഈശോ പറയുകയാണ്. യോഹന്നാൻ 6 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 65-ാം തിരുവചനം, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതേ അധ്യായം തന്നെ 43-ാമത്തെ വാക്യത്തിലും, നിങ്ങൾ പരസ്പരം പെറുപിറക്കേണ്ടതില്ല, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവരും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓർക്കും, പിതാവായ ദൈവം കുറച്ചു പേർക്ക് വിശ്വാസത്തിന്റെ ദാനം കൊടുക്കുന്നു, കുറച്ചു പേർക്ക് കൊടുക്കുന്നില്ല, അങ്ങനെയാണോ? കുറച്ചു പേരെ ആകർഷിക്കുന്നു, കുറച്ചു പേരെ ആകർഷിക്കുന്നില്ല, അങ്ങനെയാണോ? യഥാർത്ഥത്തിൽ ദൈവം ആരെയും ഒഴിവാക്കുന്നില്ല. നമ്മൾ മത്തായി 5 അവസാന വാക്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്, സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടരുടെ മേല് ശിഷ്ടരുടെ മേൽ ഒരുപോലെ മഴ വർഷിക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു. അവിടുന്ന് ആരെ ഒഴിവാക്കുന്നില്ല. ദൈവത്തിന്റെ വരദാനങ്ങളിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഈശോ രക്ഷകനാണ്, ലോകം മുഴുവനും വേണ്ടിയുള്ള രക്ഷകനാണ്. സർവ്വജനത്തിനും വേണ്ടി സന്തോഷവാർത്തയുടെ മാലാഖമാര് ബെത്ലഹേമിൽ അറിയിക്കുന്നത് ലൂക്കാ 2 സർവ്വജനത്തിന് വേണ്ടി സന്തോഷ വാർത്തയാണ്. ഇപ്പൊ മംഗളവാർത്ത, ഈശോ ജനന വാർത്ത, ആ വാർത്ത എല്ലാവർക്കും ഉള്ളതാണ്. ഈശോ ലോകം മുഴുവന്റെ രക്ഷകനാണ്. ദൈവം മനുഷ്യർക്ക് മുഴുവന്റെ പിതാവാണ്, സകലത്തിന്റെ ദൈവമാണ്. അവിടുന്ന് കുറച്ചുപേരെ മാറ്റി വെച്ചിട്ട് കുറച്ചുപേരെ മാത്രം ആകർഷിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ കണ്ടതായി 2 വചനങ്ങളിൽ അർത്ഥം ഉണ്ടെന്ന് തോന്നാമെങ്കിലും പിതാവ് ആകർഷിച്ചല്ല ആർക്കും എന്ത് വരാൻ പറ്റുകയില്ല. അങ്ങനത്തെ അർത്ഥം അതിനകത്തുണ്ടെന്ന് നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. പിന്നെ എന്താണ് അവിടുത്തെ വ്യത്യാസം? കുറച്ചു പേര് വരുന്നു, കുറച്ചുപേര് വരുന്നില്ല. അതിന്റെ കാരണം എവിടെയാണ്? നമ്മൾ നേരത്തെ ചിന്തിച്ചു വന്നപ്പോൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ, അതിന് ശേഷം മുമ്പ് ഒരുപാട് ജഡികമായ ലൗകികമായ കാര്യങ്ങളിൽ നമ്മുടെ ഉള്ള് നിരന്തരം കുതിർന്ന് വ്യാപരിച്ച് മുഴുകി നീങ്ങുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾ നമുക്ക് തിരിയല്ലാത്തതുപോലെ നമ്മുടെ ഉള്ള് കെട്ടുപോകും. മണ്ണ് കുഴച്ച് വെച്ചിട്ട് ഓട് പോലെ അച്ഛനകത്ത് വെച്ചിട്ട് കട്ട പോലെ അച്ഛനകത്ത് വെച്ച് മൺകട്ട ചുടുകട്ട അവരെ വെച്ചിട്ട് ചൂളക്കകത്തിട്ട് ചുട്ടാൽ എന്ന് വെച്ചാൽ അതിതീവ്രമായ അഗ്നിയില് ഉന്നത ഊഷ്മാവില് മണിക്കൂറുകൾ ആ മണ്ണങ്ങനെ ഇരിക്കാൻ ഇട കൊടുത്താൽ ആ മണ്ണിന്റെ തനതായ സവിശേഷതകൾ കെട്ടുപോകും, ചുട്ട മണ്ണായിട്ട് മാറി എന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ആ പശിമയില്ല, ചെടി വളരാൻ ആവശ്യമായ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഓടും കലത്തിന്റെ കഷ്ണവും ഇഷ്ടികയെല്ലാം ചുട്ട മണ്ണാണ്. അത് വേറെ അവസ്ഥയ്ക്ക് ആയിപ്പോയി എന്ന് പറഞ്ഞവർ നമ്മുടെ ഉള്ള് അനാത്മീയമായ ലൗകികമായ ജഡികമായ കാര്യങ്ങളിൽ നിരന്തരം വ്യാപരിച്ച് നീങ്ങുമ്പോൾ നമ്മുടെ ഉള്ള തമിഴ് മകരേക്ക് വരാൻ പറ്റുകയില്ലാത്തതുപോലെ ആകും. ഒരു കാന്തം എടുത്തോട് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്തത്തിന്റെ ആകർഷണ ശക്തി ചുറ്റുപാട് ഒരുപോലെയാണ് പ്രസരിക്കുന്നത്. പക്ഷെ ചുറ്റുപാട് ഒരുപോലെ പ്രസരിക്കുന്നുവെങ്കിലും ആ ആകർഷണം കിട്ടുന്നത് എല്ലാ വസ്തുക്കൾക്കും അല്ല. ഒട്ടുസൂചിയോ ആണിയോ ഇരുമ്പ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പോയി ആകർഷിക്കപ്പെടാൻ തുടങ്ങും. കുറച്ചുകൂടെ ഈ ഇരുമ്പ് മാഗ്നറ്റ് കാന്തം അടുത്തങ്ങാൻ ചെന്നിട്ടുണ്ട്, അവൻ പെട്ടെന്ന് വലിച്ചിങ്ങോട്ട് വന്ന് അടുക്കും. അതേസമയം തൊട്ടടുത്ത് കിടക്കുന്ന ഈർക്കിരിയോ കടലാസ് കഷ്ണമോ തടി കഷ്ണങ്ങളോ ഒന്നും ഈ കാന്തം എത്ര അടുത്ത് കൊണ്ട് വെച്ചാലും അതിനെ ആകർഷിക്കുകയില്ല. ആകർഷിക്കപ്പെടാൻ പറ്റുകയല്ലാത്തവർ അതങ്ങ് വേറെ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആകർഷണം സ്വീകരിക്കാൻ പറ്റുകയല്ലാത്ത പോലെ നമ്മുടെ ഉള്ള് കെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നതായ ഈ വചനഭാഗത്തിൽ യൂദാസ് കറിയാത്ത
വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈശോയോട് നടന്നിട്ട് ആകർഷണം കിട്ടുന്നില്ല. കാന്തത്തിൻ്റെ കൂടെ നിരന്തരം എഴുന്നിട്ട് ഒരു ഇറുക്കിരിക്ക് ഒരു ആകർഷണം വരുന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ്. കാരണം യൂദാസിന്റെ ഉള്ള് വേറെ അവസ്ഥയിലാണ്. അറിഞ്ഞുകൊണ്ട് യൂദാസ് തൻ്റെ ഉള്ളില് സ്വന്തം പദ്ധതികള്, പ്ലാനുകള്, കള്ളത്തരങ്ങള്, മോഷണങ്ങള്, സ്വന്തമായ ഈശോ രാജാവാക്കാനുള്ള പരിശ്രമങ്ങള്, ഇങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ഹൃദയത്തിന് ദൈവികമായ കാര്യങ്ങളെല്ലാം കെടുത്തിക്കളഞ്ഞു. അതുകൊണ്ട് ഈശോയുടെ അടുക്കൽ 3 വർഷം നടന്നിട്ടും ഈശോയിലൂടെയുള്ള പിതാവിന്റെ ആകർഷണം യൂദാസിന് കിട്ടുന്നില്ല. ആ ആകർഷണം കിട്ടുന്നില്ല. അപ്പൊ യഹൂദർ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തും അവർ ഈശോയെ അങ്ങനെ കെണിയപ്പെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈശോ കാണിക്കുന്ന അത്ഭുതങ്ങളും കാര്യങ്ങളും ഒന്നും അവർക്ക് ഉപകാരമാകുന്നില്ല. ലാസറിനെ ഉയർപ്പിച്ചു കഴിയുമ്പോൾ അവർ തീരുമാനമെടുക്കുകയാണ് ഇവനെ വധിക്കണം എന്ന് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ലാസറിന്റെ ധനികന്റെ ഉപമയിൽ ലൂക്കാ സുവിശേഷം വായിക്കുന്നുണ്ട്. ഈശോ പറയും, അബ്രാഹാം പറയുന്നിട്ടുണ്ട്, മരിച്ചവരെന്ന് ഒരാൾ ഉയർത്ത് വന്നാൽ പോലും അവർ വിശ്വസിക്കുകയില്ല. ധനികൻ പറയും, ലാസറിനെ എൻ്റെ നാട്ടിലേക്ക് ഒന്ന് അയച്ചു, എൻ്റെ സഹോദരന്മാർ 5 പേരുണ്ട്, അവര് ഈ നരകത്തിൽ വരാതിരിക്കാൻ വേണ്ടി, അഗ്നി വരാതിരിക്കാൻ വേണ്ടി ഒന്ന് പറയാൻ ഈ ലാസറിനെ ഒന്ന് അയക്കാമോ? അപ്പോൾ അബ്രാഹാം പറയും, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർ പറഞ്ഞ് കേൾക്കട്ടെ. അപ്പൊ ധനികൻ പറയും, അങ്ങനെയല്ല അബ്രാഹാമേ, ഒരു അടയാളം ആയിട്ട് ഈ മരിച്ച മനുഷ്യൻ ചെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചേക്കും, അല്ലെങ്കിൽ അവിടെയുള്ള പ്രവാചകന്മാരൊന്നും പറഞ്ഞ് വിശ്വസിക്കുകയാണ്. അപ്പോൾ അബ്രാഹാം പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ മരിച്ച ലാസർ ഉയർത്തി എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കുകയല്ല. അത് തന്നെ പിന്നെ സംഭവിക്കുന്ന ഈശോയുടെ ലൈഫ് നമുക്കറിയാം. ഈശോയാകുന്ന വലിയ പ്രവാചകൻ, പ്രവാചകനേക്കാൾ കൂടിയവനായ മിശിഹ വന്ന് പഠിപ്പിച്ചിട്ട് വിശ്വസിക്കാൻ പറ്റാതെ നിന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ബേഥനിയയിലെ ലാസർ ഉയർത്തി ചെന്ന് നടന്ന് കാണിച്ചു കൊടുത്തിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറിച്ച് അവർ തീരുമാനിക്കുകയാണ് അന്ന് മുതൽ അവർ ഈശോയെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന തുടങ്ങി എന്ന് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തില് 11-ാമത്തെ അധ്യായത്തില് ലാസറിനെ ഉയർപ്പിച്ച ശേഷമുള്ള സംഭവങ്ങളെ പറ്റി പ്രതിപാദിക്കുമ്പം യോഹന്നാൻ 11:53 വാക്യം, അന്ന് മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം എന്താ, ഇങ്ങനെ ഈശോയ്ക്കെതിരെയുള്ള ചിന്തയും കൊല്ലാനുള്ള തീരുമാനവും വെറുപ്പുമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ദൈവികമായ ഈ ഒരു ആകർഷണം എടുക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു കെട്ട അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പം വിശ്വാസം എന്നുള്ള കൃപ സ്വീകരിക്കാൻ പറ്റുകയില്ല. വിശ്വാസത്തിന്റെ കൃപ. അപ്പം വിശ്വാസത്തിന്റെ ദാനം ദൈവം എല്ലാവർക്കും തരുന്നുണ്ട്. അതിനെ സ്വീകരിക്കാൻ ദൈവത്തോട് തുറവയുള്ള, ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ കൃപ സ്വീകരിക്കാനായിട്ട് സാധിക്കും. സ്വീകരിക്കുന്ന അനുസരിച്ച് വ്യക്തിയുടെ കൃപ വീണ്ടും വന്ന് നിറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതുപോലെ പറയുകയാണ്, വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയും കൂടിയാണ്. ഒന്ന് ദാനമാണത്. അതുകൊണ്ട് നമ്മൾ ഈ ദാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് വിശ്വാസത്തിന്റെ വരം തരണേ, കൃപ തരണമേ, ദാനം തരണമേ എന്നൊരു പ്രാർത്ഥന നമുക്ക് നിരന്തരം വേണം. മർക്കോസ് 9:14 വാക്യങ്ങളില് പിശാചബാധിതനായ മകനെയും കൊണ്ട് അപ്പം വരുമ്പോൾ ഈശ്വര പക്കലെത്തി. അപ്പസ്വലന്മാരുടെ പക്കൽ വന്നിട്ട് സഭയ്ക്കുണ്ടായില്ല. പിന്നെ ഈശോ വരുമ്പോൾ അടുത്ത് ചെന്ന് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഈശോ ചോദിക്കും, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നതിനെല്ലാം സാധ്യമാണ്. ഉടനെ കുട്ടിയുടെ അപ്പൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സംശയം തോന്നി, എൻ്റെ വിശ്വാസം എനിക്കുണ്ടോ ശരിക്കും? അതുകൊണ്ട് അത് ഉടനെ തുറവിയോടെ കൂട്ടിച്ചേർക്കുകയാണ്, കർത്താവ് എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അവിശ്വാസം പരിഹരിച്ച് വിശ്വാസം നിറയാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ നമ്മളും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവമേ, വിശ്വാസത്തിന്റെ കൃപ എനിക്ക് തരണമേ, വിശ്വാസത്തിന്റെ കൃപയെ ദാനത്തെ ഉജ്ജ്വലിപ്പിക്കണമേ, എൻ്റെ അവിശ്വാസങ്ങൾ പരിഹരിച്ച് എന്നെ ജ്വലിപ്പിക്കണേ, വളർത്തണേ, ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉചിതമാണ്. അതോടൊപ്പം തന്നെ വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയും കൂടിയാണ് എന്നിവിടെ 154-ാമത്തെ ഖണ്ഡികയിൽ മതബോധനം പഠിപ്പിക്കുന്നു. കൃപാവരവും പരിശുദ്ധാത്മാവിന്റെ ആന്തരിക സഹായങ്ങളും കൂടാതെ വിശ്വസിക്കുക സാധ്യമല്ല എങ്കിലും വിശ്വാസം യഥാർത്ഥത്തിൽ ഒരു മാനുഷിക പ്രവൃത്തിയാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുന്ന് വെളിപ്പെടുത്തുന്ന സത്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് യുക്തിക്കും വിരുദ്ധമല്ല. അപ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഈ പറഞ്ഞ പിശാചബാധിതനായ ബാലന്റെ അപ്പൻ പ്രാർത്ഥിച്ചു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അത് ആ വ്യക്തിയുടെ ഒരു പ്രവൃത്തിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു, ദൈവിക ദാനമായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം.
ആ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാനുഷിക പ്രവൃത്തിയാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാനുഷിക പ്രവൃത്തിയാണ്. ആ ഒരു മാനുഷിക പ്രവൃത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നതിലൂടെ നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ വചനം ധ്യാനം കേട്ടുകൊടുക്കുക നീങ്ങുമ്പോൾ അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ച് അവസരം കണ്ടെത്തി ഇരുന്ന് ടോക്കുകൾ കേട്ട് വചനം വിശ്രമം തുറന്ന് വെച്ചൊക്കെ നോക്കി അങ്ങനെ നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ വളരാനായിട്ടുള്ള ഒരു അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ സഹകരണം അവിടെയുണ്ട്. അപ്പോൾ അതാണ് ഇത് വിശ്വാസം ഒരു മാനുഷിക പ്രവൃത്തിയാണെന്നും കൂടെ പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് ഒരേ സമയം ദൈവത്തിൻ്റെ ദാനവുമാണ്, അതേസമയം അത് നമ്മുടെ മാനുഷികമായ പരിശ്രമം വഴിയായിട്ട് സ്വന്തമാക്കി എടുക്കേണ്ടതുമാണ്. ഈ രണ്ട് തലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ വരുമ്പം നമ്മൾ തിരിച്ചറിയാൻ പോകുന്നൊരു കാര്യം നമ്മളിപ്പോൾ തന്നെ സൂചിപ്പിച്ചു വന്ന അതാണല്ലോ, ഈ അദൃശ്യമായ സാന്നിധ്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളതിനെ നമുക്ക് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കണം. ആ അദൃശ്യമായ കാര്യങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്? ദൈവം, മാലാഖമാര്, സ്വർഗം, നമ്മുടെ വീട്, നമ്മുടെ നിത്യമായ അരൂപി ആത്മാവ്, ശുദ്ധീകരണ സ്ഥലം, നരകം, മാലാഖമാർ അധപ്പതിച്ച് ഉണ്ടായ പൈശാചിക ഫോളൻ ഏഞ്ചൽസ്, അധപ്പതിച്ച മാലാഖമാർ, പിശാചികള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വാസം നമുക്ക് പറഞ്ഞു തരുന്നു. അതൊരു അനുഭവമാക്കി എടുക്കാനായിട്ട് നമ്മൾ ബോധപൂർവം പരിശ്രമിക്കണം. അത് നമ്മുടെ സ്വർഗത്തിനോട് ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ കുർബാനക്രമത്തിൽ നമ്മൾ കണ്ടത്, ഇപ്പോൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നതിനെ കുറിച്ച് ധ്യാനിക്കുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. എന്താണ് ഇത്? ഈ കർത്താവിൻ്റെ അൾത്താരയ്ക്ക് ചുറ്റും ശ്രാപ്പന്മാർ ഭയത്തോടെ നിന്നുകൊണ്ട് ഉയർന്ന സ്വരത്തിൽ നിരന്തരം ദൈവത്തെ പാടി സ്തുതിക്കുന്നു. അപ്പോൾ വീഞ്ഞു അച്ഛൻ ഉദാശ ചെയ്ത് വിഭജനം ശുശ്രൂഷ അങ്ങോട്ടും ഇങ്ങോട്ട് റോഷ്മി തറയപ്പെടുത്തുമ്പോൾ ക്രോബേസാപ്പന്മാർ, ഉന്നതൂതന്മാർ ആദരവോടെ നിൽക്കുന്നു. കർത്താവിനെ തിരുമായി വീക്ഷിക്കുന്ന വൈദികരെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു എന്ന് നമ്മൾ പാടുന്നത് വെറുതെ ഭംഗിക്ക് വേണ്ടിയല്ല, ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ആ തരത്തിലേക്ക് നമ്മുടെ നോട്ടം എത്തണം. അതിലൂടെ ഒരു ആഗ്രഹം നമുക്ക് ഉണരണം. എങ്കിലേ സാപത്ത് വഴിയുള്ള സ്വർഗഭവനത്തിലായുള്ള നമ്മുടെ ഒരുക്കം എത്തേണ്ട തരത്തിലേക്ക് എത്തിവരികയുള്ളൂ. നമ്മൾ സ്തുതിച്ച് പാടുന്നു, സ്വർഗീയ ഭാഷയാണ്. അതിൻ്റെ പശ്ചാത്തലം അതൊരു സംഭാഷണമാണ്. സ്തുതിപ്പ് ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം മാലാഖമാരുടെ കൂടെയാണ്. അവരെവിടെ ഉണ്ട്, വിശുദ്ധരുടെ ഗണം അവരവിടെ ഉണ്ട്. ഈ കാര്യങ്ങൾ നമുക്കൊരു 3D അനുഭവം പോലെ ആകണം. പക്ഷെ അതാദ്യം പറഞ്ഞു, എനിക്ക് ഉറപ്പാ കർത്താവ്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ കീഴിലുള്ള മാലാഖമാർ ആ നിമിഷം അടക്കം ചെയ്തിരിക്കും. ഈശോ പറഞ്ഞു, ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എലീശാ പ്രവാചകൻ കണ്ടു, ദൈവത്തിൻ്റെ ദൂതന്മാർ തനിക്ക് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കുന്നു. 34-ാം സങ്കീർത്തനത്തിൽ 17-ാം വാക്യത്തിൽ ദാവീദ് അത് ബോധ്യപ്പെട്ട് എഴുതി, ദൈവത്തെ സംരക്ഷിക്കാത്ത മാലാഖമാർ അവർക്ക് ചുറ്റും പാളയം അടിച്ചിരിക്കുന്നു. ഇത് എലീശയുടെ അനുഭവമായിരുന്നു. വലിയ ശത്രുസൈന്യം വന്ന് ചൊരിച്ച് ചുറ്റും നിന്നിട്ട് അദ്ദേഹം പതറിയേയില്ല. പക്ഷെ ഇത് കണ്ട സൈന്യം കണ്ട ഭൃത്യൻ വാവിട്ട് കാറി. അപ്പൊ എലീശ പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ കണ്ണുകൾ തുറക്കണേ, അവൻ കാണട്ടെ, അവന് കണ്ണ് തുറക്കണേ. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവ്, എൻ്റെ വിശ്വാസ കടനം തുറക്കണമേ, എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കണമേ. എന്നെ നിരന്തരം ശ്രദ്ധിക്കുന്ന എൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, ഈശോ, പരിശുദ്ധ അമ്മ, എൻ്റെ മാലാഖമാര്, ഞങ്ങൾക്ക് ഓടിയത് വിശുദ്ധര്, അവരുമാണ് കൂട്ടായ്മയിൽ എന്നെ ആഴപ്പെടുത്തണമേ. അങ്ങനൊരു 3D അനുഭവം, അതാണ് വിശ്വാസ ജീവിതം. നമുക്ക് ഇതേക്കുറിച്ച് കുറച്ചുകൂടി ആഴപ്പെട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ദിവ്യകാസനത്തിൽ ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ,
മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്ത രൂപനായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഭവനങ്ങളിലേക്ക് വിശ്വാസപൂർവ്വം ഞങ്ങൾ അങ്ങേ സ്വീകരിക്കുന്നു. ശതാധിപൻ ഏറ്റു പറഞ്ഞു, അങ്ങൊരു വാക്കല്ല ചെയ്താൽ മതി, എൻ്റെ വീട്ടിൽ അങ്ങയുടെ മാലാഖമാരെത്തി വൃത്തിന് സൗഖ്യം കൊടുത്തുകൊള്ളും. ഈശോ, ഈ സമയം ഞാൻ ആ വിശ്വാസത്തിൻ്റെ കാഴ്ചയോടുകൂടെ തിരിച്ചറിയുന്നു, എൻ്റെ ഈ വീട്ടിൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഈശോയെ അങ്ങ് കടന്നു വന്നിട്ടുണ്ട്. അങ്ങ് എൻ്റെ വീട്ടിലുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഞാൻ ദർശിക്കുന്നത് ഈ മൊബൈൽ ഫോണിൻ്റെയോ ടെലിവിഷൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലാണെങ്കിലും ഈ ദിവ്യകാരുണ്യം, ഈ തിരുവോസ്തി ഗോതമ്പൊപ്പം അങ്ങയുടെ തിരുശരീര രക്തങ്ങളാക്കി അങ്ങ് മാറ്റിയത്, അതിലൂടെ അങ്ങ് സജീവമായ സാന്നിധ്യം വിശ്വസിക്കുന്ന ഈശോയെ, വിശ്വസിക്കുന്ന പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചളക്കം ഞാൻ അനുഭവിക്കുന്ന ഈശോയെ. അതുകൊണ്ട് ആ ബാലൻ്റെ അപ്പനോട് ചേർന്ന് ഞാനും ഏറ്റവും പറഞ്ഞു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അത്താരയ്ക്ക് ചുറ്റും ഞങ്ങളുടെ സാപത്താചരണത്തിൻ്റെ ഭാഗമായിട്ട് ബലിയർപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കുമ്പോൾ സഭാമാതാവ് വഴി അങ്ങ് എത്രയോ പ്രാവശ്യം ഈ കാര്യം യാഥാർത്ഥ്യം ഞങ്ങളെ ഓർപ്പിക്കുന്നു. മാലാഖമാരോട് ചേർന്നാണ് മക്കളെ നിങ്ങൾ സ്തുതിക്കുന്നത്, പരിശുദ്ധരെന്ന് പാടുന്നത്. മാലാഖമാരോട് ചേർന്ന് സ്വർഗീയ കൂട്ടായ്മയിലാണ് നിങ്ങൾ പങ്കുചേരുന്നത്. വിശ്വാസത്തോടെ വീക്ഷിച്ച് ഹൃദയജ്ഞാനത്തോടെ അൾത്താരയ്ക്ക് ചുറ്റും മാലാഖമാർ ശ്രാപ്പയമാർ നിന്ന് ഉയർന്ന സ്വരത്തിൽ അവർ ഉച്ചത്തിൽ പാടി സ്തുതിക്കുന്നത് കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? സമാധാ വീണ്ടും ഓർപ്പിക്കുന്നു, ഗീതത്തിലൂടെ വിവര ശുശ്രൂഷ അവസരത്തിൽ ഈശോ ഞങ്ങൾ കണ്ടു, അങ്ങ് ഓർപ്പിച്ചു തന്നല്ലോ. ക്രോബേ ശ്രാപ്പയന്മാർ ആദരവോടെ അൾത്താരയ്ക്ക് ചുറ്റും നിന്ന് ഭയഭക്തിയോടെ നോക്കുന്നു അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്ന വൈദികനെ, അങ്ങയുടെ തിരു സാന്നിധ്യത്തെ. ആ കൂട്ടായ്മയിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ സ്വർഗീയ കൂട്ടായ്മയുടെ മുന്നേ അനുഭവമാണല്ലോ ഈശോയെ. ഓരോ ബലിയിലേക്ക് ഞങ്ങൾ ഞായറാഴ്ചകളും മറ്റു ദിവസം കടന്നു വരുമ്പോൾ ഈ മാലാഖമാരുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാനിട വരട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന് നിരവധിയായ തലങ്ങളിൽ ഒരു 3D എക്സ്പീരിയൻസ് ആയി ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾക്ക് രൂപാന്തരപ്പെടട്ടെ. കാണപ്പെടാത്തവയുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്നപോലെ മോശ തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ദൗത്യങ്ങളുടെ പോരാട്ടം മഹാരാജാവെ ഫറവോയ്ക്കെതിരെ പോലും ചെയ്തു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ ഈശോയെ, അദൃശ്യമായ അങ്ങയുടെ തിരു സാന്നിധ്യം, അദൃശ്യരായ മാലാഖമാരുടെ സാന്നിധ്യം, അദൃശ്യരായ വിശുദ്ധരുടെ സാന്നിധ്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ഈ നിമിഷം മുതൽ പുതിയൊരു ഉൾക്കാഴ്ചയുടെ കരുത്തോടും വ്യക്തതയോടും കൂടെ സ്വർഗോന്മുഖരായി വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അവിടെ ഉപരഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പ്രതിഷ്ഠിക്കുന്നു. വിശുദ്ധ അന്തോനീസെ, ഉണ്ണീശ്വരമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ദൈവമേ, വിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപത്തിന്റെ വാഗോൺ മണ്ഡപ ധ്യാനകേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ വിശുദ്ധ പരമ ദിവികാരന്റെ സാന്നിധ്യം കരങ്ങളിൽ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദ ദാസൻ നൽകുന്നു. കൃപാവര സമൃദ്ധമായി പ്രത്യേകിച്ചും വിശ്വാസത്തിന്റെ കൃപ ഈ ആശീർവാദത്തിലൂടെ ഈ മക്കളിലേക്ക് സമൃദ്ധമായി ഒഴുകി ഇറങ്ങട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും നാം എല്ലാവരും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും കൂടെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥ പ്രാർത്ഥന സമർപ്പിച്ചും ത്യാഗങ്ങൾ കാഴ്ചവെച്ച് സഹകരിക്കുന്ന ഓരോ വ്യക്തികളും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.